പാലക്കാട് എല്ലാ കാലത്തും പരമ്പരാഗതമായി ഇടതുപക്ഷത്തിൻ്റെ അടിയുറച്ച കോട്ടയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിന് ഒരു ഉലച്ചിലും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രചരണങ്ങൾ പലതും നടക്കും. നമ്മൾ ഈ വിസ്മയങ്ങൾ സംഭവിക്കുമെന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നല്ലോ. കുറച്ചു കാലം അതായിരുന്നല്ലോ ഒരു മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ പാലക്കാടിനെ കുറിച്ചാണ് എന്നേ ഉള്ളൂ. ഒന്ന് പൊളിയുമ്പോൾ മറ്റൊന്ന്. അപ്പോൾ ഇപ്പം പക്ഷെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുള്ള കാര്യം ശബരിമലയെക്കുറിച്ച് എന്താണൊന്നും മിണ്ടാത്തത് എന്നാണ്. എന്തുകൊണ്ടാണ് ശബരിമല ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ നിന്ന് പതുക്കെ പിന്നിലേക്ക് പോകുന്നത് എന്നതാണ്. ആ പാരഡി പാട്ട് ഞാൻ കുറച്ചു കാലമായി ചോദിക്കുന്നു, വീണ്ടും പാടുമോ എന്ന്. ഒരു മറുപടിയും വരുന്നില്ല. അതാണ് ജനങ്ങൾക്കറിയേണ്ട കാര്യം. വിസ്മയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ VSന്റെ പേഴ്സണൽ സ്റ്റാഫിനെ മലമ്പുഴ മത്സരിപ്പിക്കാൻ നീക്കമുണ്ടെന്ന് കേൾക്കുന്നു. അദ്ദേഹം CPMന്റെ അംഗം കൂടിയല്ല. ഞാൻ ഈ കേൾക്കുന്ന കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കാൻ നിന്നാലത്തെ സ്ഥിതി എന്തായിരിക്കും? സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്ന് കേട്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടി കേൾപ്പിച്ചല്ലോ അല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞത് കേൾപ്പിച്ചല്ലോ. അവസാനം ശ്രീ ജോസ് കെ മാണി വന്ന് സത്യം പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ? അപ്പോൾ ഇങ്ങനെ പലതും ഇനി കേൾക്കും. കേൾക്കുന്നതിൻ്റെ ഒന്നും പിന്നാലെ പോകാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഇടത് സഹയാത്രികർ എന്ന് പറയപ്പെടുന്നവർ തന്നെ ഇടതുപക്ഷം ഇനിയും വന്നാൽ പ്രശ്നമാണ് എന്ന രൂപത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഇടതുപക്ഷം അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞ പലരും ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം ഇനിയും വന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നം എന്താ? 5 ലക്ഷം ആൾക്ക് ഇപ്പോൾ വീട് കൊടുത്തു. ഇനി ഒരു 5 ലക്ഷം പേർ കൂടി കൊടുത്താൽ അതൊരു വലിയ പ്രശ്നമാണോ? ഇന്നിപ്പോൾ നമ്മൾ സ്ത്രീ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. 32 ലക്ഷം പേർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടുകയാണ്. അതാണോ ഇടതുപക്ഷം വീണ്ടും വന്നാലുള്ള പ്രശ്നം? അതുപോലെ മുടക്കമില്ലാതെ 62 ലക്ഷം പേർക്ക് 2000 രൂപ പെൻഷൻ കിട്ടുകയാണ്. പണ്ട് 18 മാസത്തെ കുടിശ്ശികയാണ് UDF വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ആ കുടിശ്ശിക തീർത്ത് പെൻഷൻ 2000 ആക്കിയത് പ്രശ്നമാണെങ്കിൽ പ്രശ്നം തന്നെയാണ്. അതാണ് പ്രശ്നമെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പം ഞങ്ങൾ പിന്നെ ഈ കഴിഞ്ഞ 10 കൊല്ലം ഇന്ത്യയിൽ എല്ലായിടത്തും വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടായപ്പോൾ ഒരു വർഗീയ സംഘർഷം പോലും ഇല്ലാതെ കേരളത്തെ കാത്തത് ഒരു പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം തൽക്കാലം അവർ സഹിക്കേണ്ടി വരും. ഒരു തവണ കൂടി LDF സർക്കാർ വന്നാൽ അതൊരു ദുഷിപ്പായി മാറുമെന്നൊരു നരേറ്റീവ് പ്രതിപക്ഷം ഉണ്ടാക്കുന്നതാണോ? അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടല്ലോ പൊതുവെ. അല്ല, ഈ 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. 2 തവണ വന്നിട്ട് എന്നിട്ടുണ്ടായ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. 2 തവണ വന്നപ്പോൾ 5 ലക്ഷം ആൾക്ക് വീട് കൊടുത്തത് മോശം കാര്യമാണെങ്കിൽ അവർ പറയട്ടെ. നോക്കൂ, പെൻഷൻ 2000 ആക്കി കൂട്ടിയത് ഒരു ദുഷിപ്പാണെങ്കിൽ അവർ പറയട്ടെ. അതുപോലെ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത് ഒരു ദുഷിപ്പായിട്ടാണ് അവർ കണക്കാക്കുന്നതെങ്കിൽ, ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നത് ദുഷിപ്പാണെങ്കിൽ അത് വ്യക്തമായിട്ട് പറയാൻ തയ്യാറാവട്ടെ. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ മുഴുവൻ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ആ നിലയിൽ ഉണ്ടായ മാറ്റം ദുഷിപ്പാണെങ്കിൽ അങ്ങനെ പറയട്ടെ. ആരോഗ്യ മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റം അതൊരു ദുഷിപ്പാണോ? ആദ്യത്തെ ഹൃദയ മാറ്റം ശസ്ത്രക്രിയ കേരളത്തിലൊരു സർക്കാർ ആസ്പത്രിയിൽ നടന്നത്, കരൾ മാറ്റിവെക്കുന്നത് സർക്കാർ ആസ്പത്രിയിൽ നടക്കാൻ സൗകര്യമൊരുക്കിയത്, ഇതൊക്കെ ദുഷിപ്പാണോ അല്ലയെന്ന് ഈ പറയുന്ന ആളുകൾ പറയട്ടെ. എന്താണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച? ആശാസമരം നടക്കുമ്പോൾ വലിയ കോലാഹലം അവിടെ ഉണ്ടായിരുന്നല്ലോ. ആശാസമരം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വേതന വർധനവിന്. ആശ ആരുടെ പദ്ധതിയാണ്? കേന്ദ്ര പദ്ധതിയാണ്. കേന്ദ്ര പദ്ധതിയായിട്ടുള്ള ആശയിൽ ആശമാർക്ക് ചില്ലിക്കാശ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു കൊടുത്തതാരാ? കേരളത്തിലെ LDF സർക്കാർ 2000 രൂപ വർദ്ധിപ്പിച്ചില്ല. ഇപ്പം മിണ്ടാട്ടമുണ്ടോ? സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ, കേന്ദ്രമന്ത്രിയെ പന്തലിൽ വിളിച്ച് നൃത്തം വെച്ച ആളുകൾ, സംഘനൃത്തം ചവിട്ടിയ ആളുകൾ, അവർക്ക് മിണ്ടാട്ടമുണ്ടോ? ഇതൊന്നും ജനങ്ങൾക്ക് തിരിച്ചറിയില്ല എന്നാണോ കരുതുന്നത്? ഇതൊക്കെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ഇവരുടെ എല്ലാം രാഷ്ട്രീയ ഉദ്ദേശം, ഇവരുടെ എല്ലാം പിന്നിലുള്ള ഗൂഢശക്തികൾ ആരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അല്പം വൈകിയാലും ഇതെല്ലാം ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ ആശാ സമരം? ഇപ്പം എന്തോ ഒരു പന്തൽ കെട്ടാത്തത്? സംസ്ഥാന സർക്കാർ 2000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നാൽ പിന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പന്തൽ കെട്ടിക്കൂടെ? സംസ്ഥാനം 2000 തന്നു, നിങ്ങളൊരു 5000 വർദ്ധിപ്പിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാത്തത് എന്താ കാണാത്തത്? ആ സമരക്കാരും അവരെ പിന്തുണച്ചവരും മറുപടി പറയണ്ടേ?